നട്ടുച്ചയ്ക്ക് സൂര്യനിരുണ്ടു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങി, അതാണ് ഹീറോയിക് ഫെയ്ത്ത് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത്. റിഡംതോറിസ് മാത്തർ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, മാതാവിൻ്റെ ആ വീരോചിതമായ വിശ്വാസം, ഹീറോയിക് ഫെയ്ത്ത് എന്ന് പറയുന്നത്, താൻ വളർത്തിയെടുത്ത തൻ്റെ ഓമനപുത്രനെ തൻ്റെ കൺമുമ്പിലിട്ട് കൊല്ലുന്നതും, ക്രൂരമായി കൊല്ലുന്നതും, തുണി ഉരിഞ്ഞെടുത്ത് അവഹേളിക്കുന്നതും കണ്ടു നിൽക്കുന്ന ആ ഒരു കരുത്ത്, അതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം. നമുക്ക് ഒരിക്കലും ഒരമ്മയ്ക്കും അത് സാധിക്കും തോന്നുന്നില്ല. പ്രകൃതി പ്രകടിപ്പിച്ചു, പാറ പിളർന്നു, പ്രതിഷേധം, സൂര്യൻ ഇരുണ്ടു, പ്രതിഷേധം, ചന്ദ്രൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പ്രതിഷേധം. എന്നാൽ മാതാവ് കുലുങ്ങിയില്ല. കുലുങ്ങാതെ അമ്മയിത സുതനോട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡ് ഫെയ്ത്ത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ബ്രാൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഒറിജിനൽ ഫെയ്ത്ത്. അതിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ ഈ സഹനത്തിലൂടെ പടിപടിയായി കരുത്തുണ്ടാകണം. അതുകൊണ്ടാണ് ഫോർമേഷനിലും ഓൺഗോയിങ് ഫോർമേഷൻ ഒക്കെ സഹനത്തിൻ്റെ ഒരു പാതയാണ്. കരുത്തുണ്ടാക്കാൻ വേണ്ടിയാണ്, നമ്മൾക്ക് കരുത്ത് നൽകാൻ. ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന് ഉണ്ടാകണം, ഉണ്ടായിക്കൊണ്ടിരിക്കും. വിമല ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വിമല ഹൃദയത്തിൽ എന്താണ് പ്രത്യേകിച്ചുള്ളത്? എന്താ പ്രത്യേകിച്ചുള്ളത്? ഒരു വാള്. വിമല ഹൃദയം വേണം, വാള് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇതൊക്കെ നിങ്ങളുടെ ക്യാരിസമാണ്. ഞാൻ വന്ന വഴി ആ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ താഴെ കണ്ടേക്കുന്നത് വാളാണ്, ഹൃദയമല്ല ഞാൻ കണ്ടത് ആദ്യം. അത് വളരെ പ്രത്യേകമായിട്ട് വലിയൊരു വാൾ കയറ്റിയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇത് വരച്ച ആൾ ശരിക്ക് ആ വാള്, വലിയ വാള്, എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ആ ഹൃദയത്തിൻ്റെ ഇച്ചിരി ഇറച്ചി അങ്ങ് തൂങ്ങി കിടക്കണമായിരിക്കാം. കണ്ണടച്ചു. ഒരു നിമിഷം കൂടി നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ വാൾ അവസാനിക്കുന്നില്ല. ദൈവമേ, ഞങ്ങളതിന് തയ്യാറാണ്. വി ആർ റെഡി. ഞാൻ പണ്ടേ മുതൽ കാണുന്നൊരു ദർശനം ഇപ്പോൾ കാണുകയാണ്. മാതാവ് ഒരു കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പുറകെ കുറേ പേര്. വിജയ പതാകയാണ്. കൊടിയെന്ന് പറഞ്ഞ വിജയ പതാകയാണ്. നമ്മൾ വിജയസഭയാണ്. നമ്മളൊന്നുകൊണ്ടും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹീറോ, നമ്മുടെ രാജാവ് വിജയിച്ച രാജാവാണ്. നമ്മുടെ മണവാളൻ വിജയിച്ച മണവാളനാണ്. ഒന്നുകൊണ്ടും അധൈര്യപ്പെടേണ്ട. ആ മണവാളനെ കൂടെ നമ്മൾ അണിനിരന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കുണ്ടാവുന്നതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി
നമ്മൾ കൂടുതൽ ശക്തരായ പടയാളികളും പ്രേക്ഷിതരും മണവാട്ടിമാരും ആകുന്നു. ഞങ്ങളുടെ എണ്ണ ഒരിക്കലും തീർന്നു പോകില്ല. ഞങ്ങളുടെ വിളക്ക് ഒരിക്കലും അണയില്ല. ആമേൻ.